പ്രഭാസിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് രാജാസാബ്. പടത്തിന്റെ റെസ്പോൺസ് പരിശോധിക്കാം നമുക്ക്. പടത്തിന്റെ റെസ്പോൺസ് പരിശോധിക്കുകയാണെങ്കിൽ മല്ലു ഓഡിയൻസിന് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് തീരുമാനമായിരിക്കുകയാണ്. വാനിഷ് ഔട്ട് ആവാനുള്ള ചാൻസ് ആണ് കാണുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെയായിട്ട്. സിനിമ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്. പല ഭാഷകളിൽ റിലീസ് വന്ന സിനിമയും കൂടെ രാജാസാബ് ഒരേ സമയത്ത്. പെയ്ഡ് പ്രീമിയർ ഷോസിലെ ക്ലിപ്സ് പോലും വളരെ ഡിസാറ്റിസ്ഫൈഡ് തന്നെയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും വലിയ ഇംപ്രസീവ് ആയിരുന്നില്ല മല്ലൂസിനെ സംബന്ധിച്ചോളം. കാരണം ഈ VFX ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും വളരെ ആവറേജ് തന്നെയാണ്. ഒരു ബിലോ ആവറേജ് ആണ് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം കണ്ടവർ പറയുന്ന ഒരു ബാലയണ്ണൻ സിനിമ കണ്ട എഫക്റ്റ് ആണെന്നാണ് പലരും പറയുന്നത്. ഒരു കാട്ടവരാതം, ഹെഡ് ഏക്ക്, ഇറിറ്റേറ്റിങ്, അങ്ങനെ എങ്ങനെയൊക്കെ മോശം സിനിമ എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെയാണ് പടം കണ്ടവർ പറയുന്നത്. ഒരു രീതിയിലും ഒരു പോസിറ്റീവ് ഇല്ല. ഈ സിനിമയിൽ ടെക്നിക്കൽ സൈഡ് വളരെ മോശമെന്നാണ് പറയുന്നത്. ഒരു ഫാൻറ്റസി ഹൊറർ സിനിമയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നല്ലൊരു VFX കാറ്റഗറിയാണ്. ആ ഒരു സംഭവം പോലും വൃത്തിക്ക് സിനിമയിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല നമ്മുടെ ഡയറക്ടർ മാരുതിക്ക്. ഈ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് ഏറ്റവും വലിയ മൈനസ് ഇതൊക്കെ തന്നെയാണ്. ഇപ്പോഴും കാണുന്ന പോലെ തന്നെ നമ്മുടെ പ്രഭാസിൻ്റെ ആദിപുരുഷനേക്കാളും മറ്റൊരു ആദിപുരുഷാന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പടത്തിൻ്റെ റിവ്യൂസ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിവിൻ പോളിയുടെ സർവ്വമയം സിനിമയ്ക്ക് പോസിറ്റീവാണ്. പിന്നെ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന പരാശക്തി എന്ന സിനിമയ്ക്കും ഇതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. കാരണം ഒരു മോശം റിവ്യൂസ് തന്നെയാണ് ആ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ രണ്ട് സിനിമകൾക്ക് പോസിറ്റീവ് തന്നെയാണ്. എന്തായാലും നമ്മുടെ പ്രഭാസിൻ്റെ കൂടെ ക്ലാഷ് ആയിട്ട് റിലീസ് ചെയ്യാനിരുന്ന സിനിമയും കൂടിയായിരുന്നു തലപതിയാണ് ജനനായകന്. സെൻസർ ഇഷ്യൂസ് കാരണം സിനിമയ്ക്ക് സ്റ്റേ ഓർഡർ ലഭിച്ചു. അങ്ങനെ വീണ്ടും റിലീസ് മാറ്റുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാ തലപതി പടത്തിനും കാണുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നത്. അത് ഈ ഒരു സിനിമയിലും കാണുന്നുണ്ട്. അവസാനത്തെ തലപതി സിനിമയാണെങ്കിൽ പോലും എന്തായാലും ഇപ്രാവശ്യം കുറച്ച് പണിയാണ്. കാരണം ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഹിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ജനുവരി 21 അതുവരെ പടത്തിന് സ്റ്റേ ഓർഡർ ആണ്. അപ്പോൾ നിലവിൽ 21 ശേഷം നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ പടം ഈ മാസമാണോ ജനുവരി റിലീസ് അതോ ഫെബ്രുവരി ആണോ എന്ന്. എന്തായാലും ഫെബ്രുവരി ഒക്കെ ആണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ റിലീസ് വരത്തുള്ളൂ. എന്തായാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല ഒരു ടാസ്ക് തന്നെയാണ് ഈ ഒരു തലപതി ആരാധകർക്ക്. അത്രയും മാസം കാത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരും ഈ ഒരു പടത്തിൻ്റെ റിലീസിനായിട്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിലേക്കായിട്ട് കാത്തിരിക്കേണ്ടി ചെയ്യാൻ നമുക്ക്. നിമിഷം കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂസ് ചാനൽ.